ഇപ്പൊ നമ്മുടെ സി ഗൂനിട്ട് അടിച്ച് പൊട്ടിക്കുമ്പോഴാണ് ഇതൊക്കെ സൂപ്പർ സ്റ്റാർ പുറത്തുനിന്ന് കണ്ടിട്ട് എടാ ഇവിടെ എന്തുവാടെ നടക്കുന്നത് എന്നിന് അവല്ല ഇങ്ങനെ പുറത്തുനിന്ന് വാച്ച് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ സൂപ്പർ സ്റ്റാർ ഗൂനെ വിളിച്ചോണ്ട് പുറത്തേക്ക് സംസാരിക്കും. എടാ ഞാനിവിടെ വന്നേക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാ. ഞാൻ നിന്നോട് ഒരു പാർട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് നാളെ. പോരാത്തിന് ആ പാർട്ടി ഒരു വെറും പാർട്ടിയല്ല, ഒരു ചാരിറ്റി പോലെ നടത്തുന്നത്. ഷെനിന് ചേട്ടൻ നല്ലവനാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ചാരിറ്റി അത്. അതുകൊണ്ട് പ്രധാനമായിട്ട് നീ വന്നേക്കണം എന്നതിനെ സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഓടയുടെ മകളും ഈ ചാരിറ്റി നടന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി തടയാൻ നോക്കും. അതേപോലെ തന്നെ നമ്മൾ സൂപ്പർ സ്റ്റാർ സെറ്റ് ചെയ്ത് വെച്ച ആ മരിച്ചയാളുടെ ഗേൾഫ്രണ്ടിനെ ഇവരെങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ നോക്കും. കാരണം അവളെ കണ്ടുപിടിച്ച നമ്മുടെ ഷെന്നൻ ചേട്ടൻ വീണ്ടും തീവ്രവാദിയെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർക്ക് പറ്റും. അതിനുവേണ്ടി ഇവരെല്ലാം മാസ്റ്റർ പ്ലാൻ ചെയ്ത് ആ പെണ്ണിനെ ആദ്യം കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോഴാണ് ഓടയുടെ മകളോട് വേറൊരുത്തെന്ന് പറയുന്നത്, മാഡം നമ്മുടെ ആൾക്കാരെ അന്ന് മിലിറ്ററി അക്കാഡമിയുടെ പുറത്ത് വെച്ച് കാർ ഇടിച്ച് കൊന്നവനെ നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, അന്ന് ആ സ്ഥലത്ത് കണ്ട കുറച്ച് പേരുടെ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. പക്ഷെ ഇവർ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഓടയുടെ മകളും ആ ഫയൽസ് ഒന്നും നോക്കാതെ, ഡാ നിനക്ക് ഇവർ എത്രയും പേരും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാരും കൊന്നേക്ക്, ആരും ജീവനോട് ഇരിക്കണ്ട എന്നതിനെ മനസാക്ഷി ഇല്ലാതെ അവൾ പറയും. അപ്പോഴാണ് പെട്ടെന്ന് അവൾ ആ ഫയൽ ചുമ്മാ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഷെന്നിന്റെ ഫോട്ടോ കാണും. ഇത് കണ്ടവിടെ പെട്ടെന്ന് ഒരു സെക്കൻഡ് ടെൻഷനായിട്ട് നിക്ക് നീ അവരെയൊന്നും കൊല്ലണ്ട, ഈ കേസ് ഞാൻ തന്നെ നോക്കിക്കോളാം എന്നിനെ അവൾ പറയും. അതിനുശേഷം നമ്മൾ സൂപ്പർ സ്റ്റാറും ആ ചാരി നടന്ന സ്ഥലത്ത് പോകുമ്പോഴാണ് അവിടെ എല്ലാ ജപ്പാൻകാരും നശിപ്പിച്ചിട്ടേക്കുന്നത്. ഇതോടെ സൂപ്പർ സ്റ്റാർ ദേഷ്യപ്പെട്ടിട്ട്, ഗൈസ് പ്രസ് മീഡിയ എല്ലാം ഇപ്പൊ വരാൻ പോവാ, അതുകൊണ്ട് നമ്മുടെ ചാരിറ്റി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഇതെല്ലാം വീണ്ടും അറേഞ്ച് ചെയ്യണം, നിങ്ങളൊക്കെ ആ നശിച്ചുപോയ സാധനങ്ങളൊക്കെ വീണ്ടും കൊണ്ടുപോവാ എന്നതിനെ സൂപ്പർ സ്റ്റാർ ഓർഡർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയത്ത് നമ്മുടെ ഗോ അടയൊക്കെ വരുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഡബിൾ എനർജി വന്നിട്ട്, ഗു കറക്റ്റ് സമയത്ത് നീ ഇവിടെ വന്ന്, എനിക്ക് ജോലി ചെയ്യാൻ ആൾക്കാരില്ലായിരുന്നു എന്നതിന് അവനെ വിളിച്ച് ജോലി ചെയ്യാൻ പറയുമ്പോഴാണ് പെട്ടെന്ന് അവനും പേടിച്ചിട്ട്, എന്തുവാ പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്കണേ, ഞാൻ അക്കാഡമി വെച്ച് ഒരുത്തിന് അടിച്ചിട്ട് വന്നേ ഉള്ളു എന്നിനെ സീയുടെ അടി വാങ്ങിച്ച കാര്യം മാസായിട്ടോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും, എങ്കിൽ ശരി നീ ജോലി ചെയ്യണ്ട, നീ നിന്റെ മിലിറ്ററി സ്കൂളിൽ പോയിട്ട് അവിടെ ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ കുത്തിയിരിക്കുന്നവരെ എല്ലാം പൊക്കിക്കൊണ്ടുവാ, ഇവിടെ കുറെ ജോലിയുണ്ട് ചെയ്യാൻ എന്നിനെ ഗൂവിനെ പറഞ്ഞേക്കും. അതിനുശേഷം ഗൂവും അവിടെ ആരൊക്കെ ചുമ്മാ കുത്തിയിരിക്കുന്നോ അവെല്ലാം പൊക്കിക്കൊണ്ട് മാസായിട്ട് ആ സ്ഥലത്ത് വരും. അപ്പോഴാണ് വന്നപ്പോ തന്നെ കോഴിയെല്ലാം പറന്നു വന്നത്. അതിനുശേഷം മാസായിട്ട് വന്ന ടീമിനെ കോഴി പിടിക്കാൻ വെക്കും. അങ്ങനെ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ആ സ്ഥലമെല്ലാം പഴയതുപോലെ നീറ്റാക്കി വെക്കും. അപ്പോഴാണ് സീൻ ജാനോട്, എടി ആ ഗു ഞാനൊരു പെണ്ണാന്ന് കണ്ടുപിടിച്ചറി എന്നിനെ സത്യമെല്ലാം പറയും. ഇത് കേട്ടോ ജാൻ ടെൻഷനായിട്ട്, എന്തുവാ അവൻ കണ്ടുപിടിച്ചോ, ആ സൈക്കോ പറഞ്ഞ് നിന്നെ വെറുതെ വിടത്തില്ലല്ലേ എന്നിന് അവൾ ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് ഇത് കേട്ട് സീ നമ്മുടെ ഗൂനെ നോക്കിക്കൊണ്ട്, പേടിക്കണ്ടടി അവൻ ഈ കാര്യം പുറത്തറിയത്തില്ല, അതിനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിന് അവളും വായി ഇങ്ങനെ കൈവച്ച് കാണിക്കും. കാരണം റൂമിൽ വെച്ച് ഒറ്റരടി അവന്റെ വായി നോക്കി കൊടുത്താണ്. അങ്ങനെ ഇതുപോലെ വെച്ച് നമ്മുടെ ഗു അങ്ങോട്ട് തിരിഞ്ഞോണ്ട്, ഷെടാ വേദന എടുക്കുന്നില്ല എന്നിന് അവന് ഡ്രിങ്ക്സ് പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കും. അപ്പോഴാണ് അതേസമയം നമ്മുടെ സി ഷെന്നിനെ കണ്ടിട്ട്, ഓ ഷെൻ വാട്ട് എ സർപ്രൈസ്, നിങ്ങൾ എന്ത് ഇവിടെ എന്നിന് അവൾ വയ്ക്കുമ്പോൾ നമ്മുടെ ഷെന്നും, ഓ സി നീ എന്ത് ഇവിടെ എന്നിനെ പരസ്പരം അങ്ങോട്ട് അറിയാത്ത പോലെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗൂ സഹിക്കാൻ പറ്റാതെ, ഓ ഇവരുടെ ആക്ടിംഗ് ഒക്കെ ഡയറക്ടർ കണ്ട ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കും, വാട്ട് എ സർപ്രൈസ് എന്നിന് അവനും ജലസായി അവരുടെ അടുത്തേക്ക് പോയിട്ട്, ആ സി മതി നിന്റെ ആക്ടിങ്, വാ നമുക്ക് പോവാം എന്നിനെ ഷെന്നിനെ അവോയ്ഡ് ചെയ്തിട്ട് അവളോട് പറഞ്ഞോണ്ടിരിക്കും, സി നീ ഒരു പെണ്ണ, ഇങ്ങനെ ആണുമായിട്ട് ഇത്തിരി ക്ലോസ് ആയിട്ട് സംസാരിക്കാവോ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ, എവിടെ പോയി നിന്റെ ഡിസിപ്ലിൻ, നിന്നെ ഇങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിച്ചത് എന്നിന് അവന് ഓതാൻ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവൾ അവന്റെ വായ അടച്ചിട്ട്, എടാ ഒന്നടങ്ങ്, ഇവിടെ നിനക്ക് മാത്രം അറിയത്തുള്ളൂ ഞാനൊരു പെണ്ണാണ്, അതിൽ കയറി പിടിച്ച് നീ ഇങ്ങനെ ഞരങ്ങാതെ എന്നിന് അവളും പേടിച്ചു പറയുമ്പോഴാണ് പെട്ടെന്ന് അവനും, ആ അതും ശരിയാണല്ലോ, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നീ ഒരു പെണ്ണാന്ന് എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മൾ സൂപ്പർ സ്റ്റാറിനോട് ഒരു സ്റ്റാഫ് പറയുന്നത്, മാഡം നിങ്ങൾ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ ആ മരിച്ചുപോയ റിപ്പോർട്ടറിന്റെ മകൻ ഇതുവരെ എത്തിയിട്ടില്ല, ഒരു ശവനിലെ സംഭവിച്ചാണോ എന്നിന് ഇവൻ ഇങ്ങനെ ടെൻഷനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും ഒരു ജപ്പാൻകാരെ അവനെ വരുന്ന വഴിക്ക് കൊന്നോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഷെന്ന അടുത്തേക്ക് വന്നിട്ട്, സൂപ്പർ സ്റ്റാർ നിങ്ങളൊന്നും പേടിക്കണ്ട, അവനെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്നിന് ഷെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് കറക്റ്റ് അതേ സമയം നമ്മുടെ സിയും അവിടെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഷെന്നും നോക്കുമ്പോൾ അവളെ നോക്കി ഒരു കാർ കൺട്രോൾ ഇല്ലാതെ ഇടിക്കാൻ വരുന്നത്. ഇത് കണ്ടോടെ നമ്മുടെ ഷെൻ പെട്ടെന്ന് ചെന്ന് അവന്റെ കാറും കൊണ്ട് ഇടിച്ച് അവളെ രക്ഷിക്കും. ഇതും കണ്ട് നമ്മുടെ സി പേടിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ആ കാറിൽ നിന്ന് പുറത്തെടുക്കും. അതേസമയം ആ കൺട്രോൾ ഇല്ലാതെ വന്ന കാർ വേറെ ആരുടെയും അല്ല, ആ മരിച്ചുപോയ റിപ്പോർട്ടറിന്റെ മകനാണ്. അവന് ചാരിറ്റിക്ക് വരാതിരിക്കാൻ വേണ്ടി ആ ജപ്പാൻകാരെല്ലാം ഡ്രൈവറിനെ ഷൂട്ട് ചെയ്ത് കാണും. അതിനുശേഷം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ആ റിപ്പോർട്ടറിന്റെ മകൻ അകത്തേക്ക് കയറി വരുമ്പോഴാണ് എല്ലാ മീഡിയക്കാരുടെ ഫ്രണ്ടിലും നമ്മുടെ സൂപ്പർ സ്റ്റാർ സ്പീച്ച് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവനെ കണ്ടിട്ട് പെട്ടെന്ന് ഡയലോഗ് ഇടും, കണ്ടോ ആ റിപ്പോർട്ടറിന്റെ മകനെ പോലും ഈ പാർട്ടിക്ക് വരാൻ സമ്മതിക്കാതെ ആ ജപ്പാൻകാർ കൊല്ലാൻ നോക്കി, ഇതിന്റെ എല്ലാം ബാക്കി ജപ്പാൻകാരനാ അല്ലാതെ ഷെന്നിന് ചേട്ടനല്ല എന്നിനെ പക്ക എവിഡൻസ് ആയിട്ട് നമ്മുടെ ഷെന്നിന് ചേട്ടൻ നല്ലവനാന്ന് പ്രൂവ് ചെയ്യാൻ നോക്കും. അങ്ങനെ അതിനുവേണ്ടി ഒരു പോലീസുകാരനൊക്കെ വന്ന് ഷെന്നിന് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആ കൂട്ടത്തിൽ തന്നെ ജപ്പാന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുത്തം കാണും. അങ്ങനെ അവനെ എഴുന്നേറ്റ്, എന്തുവാ സാറേ നിങ്ങൾ പറയുന്നൊക്കെ ഞങ്ങൾ സത്യം എന്ന് വിചാരിക്കാൻ എന്നെ ആരും ഇവിടെ പൈസ കൊടുത്തൊന്നല്ല ഇരുത്തിയേക്കുന്ന എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ആ പോലീസ് ദേഷ്യപ്പെട്ട്, ഡാ നമ്മുടെ നാട്ടിന് ദ്രോഹം ചെയ്ത ആ തീവ്രവാദി പറയുന്ന ആ ലെറ്റർ നിങ്ങൾ വിശ്വസിക്കും, സ്വന്തം നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പോലീസ്മാൻ പറയുന്ന നീ വിശ്വസിക്കത്തില്ലെന്ന്, IP സെക്ഷൻ യു ആർ അറസ്റ്റ് എന്നിന് അവനെ പിടിച്ച് സൈലന്റ് ആക്കും. അങ്ങനെ ഈ സ്പീച്ച് എല്ലാം കേട്ട് മീഡിയക്കാരെ അടുത്ത് വന്നിട്ട്, ആ മാഡം നിങ്ങൾ പറയുന്ന പോലെ ഷെന്നിന് ചേട്ടൻ നല്ലവനാന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തോ ബന്ധം, ഇത്രക്കും കഷ്ടപ്പെട്ട് എന്തിനാ ഷെന്നിന് ചേട്ടൻ റിസ്ക് എടുക്കുന്നത്
എന്നിന് അവെല്ലാം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും ഓ അതൊന്നുമില്ല, ഞങ്ങൾ രണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ലവ് അങ്ങനൊന്നുമില്ല, നിങ്ങൾ ചുമ്മാ ടോപ്പിക്കില്ലെന്ന് പറഞ്ഞ് ഇതൊന്നും എടുത്ത് എഴുതല്ലേ, വേണം ഞാൻ പുതിയ ടോപ്പിക് തരാം, എനിക്ക് ഇഷ്ടപ്പെട്ടത് അവനെയാ എന്നിനെ ഗൂവിനെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഇത് കേട്ടോടെ ഗൂ മൊത്തം ഷോക്കായിട്ട് അവളോടും ചോദിക്കും എടി നമ്മൾ രണ്ട് ലവ് ചെയ്യുന്ന ആക്ട് ചെയ്യുന്നല്ലേ പറഞ്ഞ, ഇപ്പൊ എന്തോ നീ മീഡിയക്കാരോടെല്ലാം നമ്മൾ രണ്ട് സ്നേഹിക്കുമെന്ന് പറയുന്നത് എന്നിന് അവനും കുറച്ച് സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാർ മൈൻഡ് ചെയ്യാതെ എടാ എന്റെ മനസ്സിൽ നീയേ ഉള്ളു, ഞാൻ മനസ്സിൽ ഒന്നും വെച്ചോണ്ട് പുറത്തൊന്നും പറയത്തില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയ ചാൻസ് വെച്ച് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്ത് നീ പറ എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ഓ ദേ എനിക്കറിയാം എന്നെ കാണാൻ ലുക്കാക്കിയ എന്നും പറഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും എന്റെ പുറം എങ്ങനാ, പ്ലീസ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കുറെ വർഷമായിട്ട് ഷെന്നൻ ചേട്ടൻ പുറം നടന്നോണ്ടിരിക്കുക, നീ അവനെ തന്നെ ചൂസ് ചെയ്യ്, അതാ നിനക്ക് നല്ലത്, എന്നെ വിട്ടേക്ക് എന്നിന് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതേ കേട്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ മൈൻഡ് ചെയ്യാതെ പാവം ചെറുക്കൻ ഞാൻ പ്രപ്പോസ് ചെയ്തപ്പം അവ ഷോക്കായി പോയെന്ന് തോന്നേ, കുഴപ്പമില്ല എന്നെ ആരും അവോയ്ഡ് ചെയ്യുന്നത് എന്നിനെ സ്വയം ഇങ്ങനെ പൊക്കി വിചാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ ഗൂ റൂമിൽ ചെന്ന് സിയോട് വിഷമിച്ച് പറഞ്ഞോണ്ടിരിക്കും സി ആ സൂപ്പർ സ്റ്റാറിനെ വിടുമെന്ന് തോന്നില്ല, അവളെന്നെ പ്രപ്പോസ് ചെയ്ത് കൊല്ലുന്നു, ഒരു രക്ഷ എനിക്ക് അവളോട് കല്യാണം കഴിഞ്ഞ എന്റെ അവസ്ഥയോ എന്നിന് അവനിങ്ങനെ അതാലോചിച്ച് ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും ചിരിച്ചോണ്ട് എടാ നീ തന്നെ ഒരു ശല്യ, നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേറൊരു ശല്യം, ഇതൊക്കെ എവിടെ പോയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നിന് അവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ അതിനുശേഷം കമാൻഡറിൽ ഇവരെ വിളിച്ച് ഇവർക്ക് ഒരു റിട്ടേൺ എക്സാം ഉണ്ടെന്ന് പറയും, കാരണം ഫിസിക്കൽ മാത്രമല്ല എഴുത്ത് പരീക്ഷയുണ്ട്. അപ്പോഴാണ് ഇത് കേട്ടോടെ സോങ്ങും അയ്യോ സി എഴുത്ത് പരീക്ഷയൊക്കെ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല എന്നിന് അവനും നമ്മുടെ സിയുടെ സഹായം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവൾ അവനെ പഠിപ്പിക്കാൻ സമ്മതിക്കും. അപ്പോഴാണ് ഗൂവും പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് സി എന്നെയും പഠിപ്പിച്ചു തരാവോ, എനിക്കും പാസ്സാണ് എന്നിന് അവനും ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളും പറയും അയ്യോ ഗൂ നിന്നെയൊക്കെ എന്തിനാ ഞാൻ പഠിപ്പിക്കണം, നിനക്ക് വേണ്ടി സൂപ്പർ സ്റ്റാർ അവിടെ വെയിറ്റിംഗ് അല്ലേ, അവൾ നിന്നെ പഠിപ്പിച്ച് പാസ്സാക്കി തരും പേടിക്കണ്ട എന്നിങ്ങനെ അവനായിട്ടാക്കും. ഇത് കേട്ടതോടെ നമ്മുടെ ഗൂ ഒരു തിരിച്ചടി കൊടുക്കും, ഒരുപക്ഷെ സി ഞാൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് ക്ലോസ് ആവുന്നുണ്ട് നീ ജലസ് ആയോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സോങ്ങും സി ഞാൻ വിചാരിച്ചത് നിനക്ക് ജാനെ ഇഷ്ടമെന്ന്, പക്ഷെ നിനക്ക് സൂപ്പർ സ്റ്റാറിനാണ് ഇഷ്ടം എന്നിന് ഒന്നും മനസ്സിലാതെ അവൻ ചോദിക്കുമ്പോഴാണ് ഗു അവനോട് പറയും എടാ മണ്ട അവൾ ജലസായത് സൂപ്പർ സ്റ്റാറിനെ ആലോചിച്ചല്ല എന്നെ ആലോചിച്ച്, കാരണം ഇവൾക്ക് എന്നെയാണ് ഇഷ്ടം എന്നിന് അവനും പറഞ്ഞതോടെ ഇത് കേട്ട് മൊത്തത്തിൽ അവന് ഷോക്കായിട്ട് എന്തുവാ സി നിന്നെ നോക്കി ജലസാകുന്ന, നിങ്ങൾ രണ്ടും എന്തുവാടാ ഗേ വല്ലതാണോ എന്നിന് അവനും ഷോക്കിയിരിക്കും, കാരണം അവൻ അറിയത്തില്ല നമ്മുടെ സി ഒരു പെണ്ണാണെന്ന്. അതിനുശേഷം നമ്മുടെ സിയും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് സൂപ്പർ സ്റ്റാർ അവിടേക്ക് വന്ന് അവളെ വിളിച്ചോണ്ട് ചോദിക്കും സി നിനക്ക് ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഏത് പെണ്ണ ഇഷ്ടപ്പെട്ടെ, ഇവളെ കാണാൻ സൗന്ദര്യ പക്ഷെ തലയ്ക്കകത്തൊന്നുമില്ല എന്നിങ്ങനെ ഓരോ പെണ്ണുങ്ങളെ കുറിച്ചും വെറൈറ്റി ആയിട്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ സി ഒന്നും മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് സൂപ്പർ സ്റ്റാർ അടുത്തേക്ക് ചെന്നിട്ട് സി നിനക്കും കൂനും മാത്രം ഞങ്ങളെ പോലെ പെമ്പിള്ളേർ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്റെ സ്നേഹം അവനോട് പറഞ്ഞപ്പം അവന് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ്, ഒരു നിങ്ങൾ രണ്ടുപേരും ഇനി എന്നിന് അവൾ ഇവരുടെ ഒരു ഗേ ആണെന്ന് ഡൗട്ടി ചോദിക്കും. അങ്ങനെ ഈ ദുരന്തമൊക്കെ നമ്മുടെ സിയും അവളുടെ കൂട്ടുകാരുടെ എടുത്ത് പറഞ്ഞോണ്ടിരിക്കും എടി ആ സൂപ്പർ സ്റ്റാർ വിചാരിച്ചേക്കുന്ന എനിക്കും ആ മണ്ടൻ കൂനും പ്രണയമാണെന്ന്, ഇവൾക്കൊന്നും ബുദ്ധിയൊന്നുമില്ല എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് നമ്മുടെ ജാന അവളെ സമാനപ്പെടുത്താൻ വേണ്ടി എടി സി ആ സൂപ്പർ സ്റ്റാർ നീ ഒരു പെണ്ണാന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയ കാര്യമാണ്, എന്തായാലും ഇപ്പൊ അവള് നിങ്ങൾ ഗേ ആന്ന് വിചാരിച്ചിട്ടുള്ളു, അതും ഒരു നല്ല കാര്യമല്ലേ, ദാ നമ്മൾ സൂപ്പർ സ്റ്റാർ തന്നെ വന്ന് എന്നിന് അവളും പറഞ്ഞോടെ ഇത് കേട്ട് സിയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ എഴുത്ത് പരീക്ഷ നടക്കുവാണ്. പാവപ്പെട്ട നമ്മുടെ ഗൂലിയും കൂടെ ആരെങ്കിലൊക്കെ പേപ്പർ നോക്കി എഴുതാൻ വേണ്ടി എത്തി നോക്കിക്കൊണ്ടിരിക്കും, പക്ഷെ ആരും കാണിച്ചിരുന്നില്ല. അതിനുശേഷം നമ്മുടെ ഗൂവും ജിന്നിനെ വിളിച്ചിട്ട് അവനെ കാണിച്ചു തരാൻ പറയും. അപ്പൊ അവനും മറിച്ചോണ്ട് ഇല്ലടാ ഞാൻ കാണിച്ചു തരത്തില്ല, ഞാൻ രാത്രി ഫുള്ളും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഓരോരുത്തരും കാണിച്ചു തരത്തില്ല എന്നിന് അവനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇത് കണ്ട് നമ്മുടെ ഗൂ ആ പേപ്പർ തട്ടിപ്പറിച്ച് അവൻ എഴുതാൻ പോകുമ്പോഴാണ് ജിന്നിന്റെ പേപ്പർ ഒന്നും കാണത്തില്ല. ഇത് കണ്ടോടെ അവൻ മൊത്തത്തിൽ ഫ്ലോപ്പായി. എടാ ഈ വെറും പേപ്പറാണ് നീ കാണിച്ചു തരത്തില്ലെന്ന് പറഞ്ഞ, ഞാൻ പോലും ഒരു ക്വസ്റ്റ്യൻ എഴുതി പോടാപ്പോ എന്നിന് അവനെ പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ സീഡ നോക്കി കോപ്പി അടിച്ചോണ്ടിരിക്കും. അതേസമയം ലീൻ കോപ്പി അടിക്കാൻ വേണ്ടി ചോക്ക് പീസ് എടുത്ത് ഓരോരുത്തന്മാരെയും വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കമാൻഡർ വന്നോടെ കമാൻഡർ ആ ചോക്ക് പീസ് കൊള്ളും. അതിനുശേഷം ദേഷ്യത്തിൽ കമാൻഡർ ആ ചോക്ക് പീസ് എടുത്തിട്ട് ആരാടാ ഇതിന്റെ ഓണർ എന്നിനെ കമാൻഡർ ചോദിച്ചോടെ ഇത് കേട്ട് എല്ലാരും നമ്മുടെ ലീയെ ചൂണ്ടിക്കാണിക്കും. അതോടെ അവന്റെ കാര്യം തീർന്ന്. അങ്ങനെ അടുത്ത ദിവസം ഇവർ ഹാപ്പി ആയിട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് എക്സാം കഴിഞ്ഞോടെ ഹോളിഡേ ആയി. നമ്മുടെ സിയും തിരിച്ച് അവളുടെ പാരന്റ്സിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഷെന്നുമായിട്ടൊക്കെ ഗുഡ് ബൈ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കാറി ഇരുന്ന് നമ്മുടെ ഗൂവും ദേഷ്യപ്പെട്ട് കണ്ടോണ്ടിരിക്കും. അതിനുശേഷം ഗൂവും അവളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുമ്പോഴാണ് രണ്ടുപേരും എന്തോ പറഞ്ഞിട്ട് പിരിഞ്ഞു പോണെന്ന് അറിയാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവസാനം സി തന്നെ ഗു ഹാപ്പി ന്യൂ ഇയർ നമുക്ക് ഹോളിഡേ കഴിഞ്ഞിട്ട് കാണാം എന്നിന് അവൾ തുറന്നു പറഞ്ഞതോടെ ഇത് കേട്ട് നമ്മുടെ ഗൂ സന്തോഷപ്പെട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ സിയും അവളുടെ നാട്ടിലേക്ക് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് നേരെ ഓപ്പോസിറ്റ് വേറൊരു പയ്യൻ ഇരിക്കുന്നത്. ഇവന്റെ പേരാണ് ലിൻ. അങ്ങനെ ഇവരുടെ ഒരു പരിചയപ്പെടുമ്പം അവനും പറയുന്നത് ഹായ് എന്റെ പേര് ലിൻ, ഞാൻ ജപ്പാനിൽ നിന്ന് പഠിച്ചിപ്പോ നാട്ടിലേക്ക് തിരിച്ചു വരിക. ജപ്പാൻകാർ നമ്മുടെ നാടിനെതിരെ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് തടയാൻ വേണ്ടി ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം ജപ്പാനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് പോരാത്തിന് ബെയ്ജിംഗ് വെച്ച് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, നീ വേണേ വാ എന്നിനെ നമ്മുടെ സിയെ വിളിക്കും. അപ്പൊ ഇത് കേട്ട് അവളും സമയമുള്ളപ്പോ ഞാൻ അവിടെ വരാം, എന്തായാലും നമ്മുടെ നാടിന്റെ സുരക്ഷയല്ലേ വലുത് എന്നിന് ഇവരുടെ പരിചയപ്പെട്ടോണ്ട് ബെയ്ജിംഗിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്ന എനിക്കറിയാം, അതുകൊണ്ട് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഇനി എന്തുവാ പറയാനുള്ള
ഇനിയിപ്പം നമുക്ക് ഓരോ ഡ്രാമ വെച്ച് കാണാം, അതായിരിക്കും നല്ലത്. 2-3 ഡ്രാമയ്ക്കാണെങ്കിൽ നമുക്ക് കഥ കാണാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറയും. അതുകൊണ്ട് പരമാവധി ഇനി ഒരു ഡ്രാമ ഇടാൻ നോക്കാം. പോരാത്തിന് ഇതുവരെ നമ്മളിട്ട പഴയ ഡ്രാമാസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. എല്ലാവരും കണ്ടു കാണും. എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് നമ്മുടെ ഫാമിലി ആയിട്ട് ചാറ്റ് ചെയ്തോ. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.